കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതൂസ് അക്കാദമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. അർജുന് വേണ്ടി നിൽക്കുന്ന മറ്റേ പയ്യൻ, അവരൊക്കെ ചെയ്യുന്ന സർവീസ്, ആ ഹീറോസും കാണിച്ച ഏത് നായകനാണ് നമുക്കുള്ളത്? ഞാൻ ഉൾപ്പെടുന്ന നായകന്മാരെക്കൂടെ ബെറ്റർ ഹീറോസ് അല്ലേ വെളിയിലുള്ളത്? മഞ്ഞുമൽ ബോയ്സിന്റെ ഒറിജിനൽ ടീം. എന്തിനാ 2018 ടൈമിലുണ്ടായ ഹീറോസ്? റിയൽ ഹീറോസ് അത് തന്നെയാണ്. ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇത്രയും പോലീസുകാരും ഇത്രയും നാട്ടുകാരും ഇറങ്ങാനും മടിക്കുന്നിടത്താണോ പിള്ളേരെ എന്ന് പറയുന്നത് വൻ കമേഴ്സ്യൽ സിനിമയുടെ ഫോർമാറ്റ് ആണ്. COVID-19 വന്നു, 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് ബിക്കെയിം എ ബിസിനസ് പ്രപ്പോസിഷൻ മോർ ദാൻ സേവിംഗ് ഹ്യൂമാനിറ്റി. $1 ട്രില്യൺ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിലേക്ക് വന്നത്. വേറെ എന്തെല്ലാം കാര്യങ്ങൾ, ഒരു പലസ്തീൻ, സെർബിയ, ഇങ്ങനെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് അയാളുടെ സിനിമറ്റോഗ്രാഫി നന്നായില്ല, ആ എഡിറ്റിംഗ് കുറച്ചുകൂടെ ഇതൊക്കെ. പക്ഷെ അൾട്ടിമേറ്റ്ലി റിവ്യൂവേഴ്സിന്റെ ഇതുകൊണ്ട് സംഭവിക്കുന്ന നഷ്ടം പ്രൊഡ്യൂസർക്ക് മാത്രമേ ഉള്ളൂ. അയാൾ മാത്രമാണ് കിടപ്പാടം നഷ്ടപ്പെടുന്നത്. ബാക്കി നടന്മാർക്ക് അടുത്ത 10 പടം കിട്ടും. അവൻ വീടുകൾ വാങ്ങിക്കും, സ്ഥലങ്ങൾ വാങ്ങിക്കും. ഡയറക്ടേഴ്സും ഏകദേശം തന്നെ. ലിറ്ററേച്ചർ ആണെങ്കിലും ഗ്രേറ്റ്സിനെ ഇവരധികം തൊടത്തില്ല. ഇനി അവരെ തൊട്ടാലും ഇവർക്ക് ഇത് ഏക്കത്തില്ല. ഒരു കമേഴ്സ്യൽ ലൈനിൽ ഒരു ജോൺ ഗ്രിഷമിനെ ക്രിട്ടിസൈസ് ചെയ്ത ഗ്രിഷമിന്റെ ബുക്കുകൾ വിൽക്കാതിരിക്കില്ല. 5000, 7000, 10000 രൂപ ഒരു കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊരു പടം കാണാൻ തീരുമാനിക്കുമ്പോൾ സാലറിയുടെ ഒരു വലിയ ചങ്കാണ് അവർ മാറ്റി വെക്കേണ്ടി വരുന്നത്. അപ്പോഴാണ് ഈ റിവ്യൂസിലേക്ക് അവർ പോകുന്നു. 5 പടം അവിടെ ഉണ്ടെങ്കിൽ ഈ 4 പടത്തിന്റെ റിവ്യൂ ഇച്ചിരിയെങ്കിലും കുറച്ച് മോശമാണെങ്കിൽ ഒരു 5ാമത്തെ പടം നോക്കും. അതുപോലെ പത്മ റിലീസ് ചെയ്ത സമയത്ത് ഇറ്റ് വാസ് നോട്ട് റിസീവ്ഡ് വെൽ ഇൻ തിയേറ്റേഴ്സിൽ. ബട്ട് ഇറ്റ് ലേറ്റർ ബിക്കോം ആമസോണിലായാലും ഇപ്പോൾ മനോരമയിലായാലും എല്ലാ സ്പേസിലും അത് ഇറ്റ് ബിക്കെയിം എ തിങ്. 15 പേര് ചേർന്ന് 18 പേര് സുഹൃത്തുക്കൾ ചേർന്ന് എടുത്തൊരു സിനിമയാണ്. എന്നാൽ ഇവരാരും തന്നെ സിനിമ സെറ്റിൽ പോയിട്ടില്ല. ഒരാളുടെയും കൂടെ അസിസ്റ്റന്റ് ആയിട്ടോ അസോസിയേറ്റ് ആയിട്ടോ വന്നിട്ടില്ല. അച്ഛൻ ഹരിശ്രീന്റെ ഫൗണ്ടർ ആയിരുന്നു. ദിക്ലാൽ അങ്കിൾ രണ്ടാളും ഒരുമിച്ച് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തായിരുന്നു. പിന്നെ ദിലീപ്, ഹരിശ്രീ, അശോകൻ ചേട്ടൻ അവർ ഫസ്റ്റ് ടൈം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അപ്രോച്ച് അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യാവോ ചോദിച്ചിട്ട്. ആൻഡ് അങ്ങനെ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ വാസ് ബോൺ. ഞങ്ങൾ അങ്ങനത്തെ പടങ്ങൾ കണ്ടിട്ട് ആക്ച്വലി അത് റിയൽ ലൈഫിൽ നടന്നിരിക്കുകയാണ്. നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ആ സാധനത്തിന്റെ ഒറിജിനലാണിത്. ഹായ്, ബിഹൈൻഡ് വുഡ് സൈസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ചെക്ക്മേറ്റ് എന്ന പടത്തിന്റെ വിശേഷങ്ങളുമായി അനൂപ് ചേട്ടൻ, രേഖ ആൻഡ് രാജലക്ഷ്മി. ഹായ്. ഈ ഒരു പടത്തിൽ 2 നായകന്മാരാണോ, അത് എന്താണ് ആ പരിപാടി? ഇപ്പൊ 2 പേരെ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം എന്താണ് ഈ 2 പേരുടെ ക്യാരക്ടർ? 2 നായകന്മാരായിട്ട് അനൂപ് ചേട്ടൻ അങ്ങനെയാണോ? എന്താണ് പരിപാടി? അങ്ങനെയാണോ? അങ്ങനെയാണ് തോന്നുന്നു. എന്നെ റാഗ് ചെയ്യണ പോലെ ഉണ്ട് കേട്ടാ. എനിക്കിത് ചെക്ക്മേറ്റ് ആണ് ഇവിടെ. ഇതാണ് ചെക്ക്മേറ്റ്, മനസ്സിലായോ? ഇതാണ് ചെക്ക്മേറ്റ്. നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ കിട്ടിയല്ലോ, ഇതാണ് ചെക്ക്മേറ്റ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാം, അതിന് ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരു ഉത്തരം പറയാം, അതാണ് ചെക്ക്മേറ്റ്. അപ്പൊ ഇത് ത്രൂ ഔട്ട് പടത്തിലൊന്നും എന്നാണ് തോന്നുന്നത്. ഫുള്ള് സസ്പെൻസ് ആയിരുന്നു കണ്ട് മനസ്സിലാക്കി എന്താണ് മനസ്സിലായെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത മിനിറ്റ് മാറും. അടുത്ത മിനിറ്റ് കംപ്ലീറ്റ്ലി മനസ്സിലാവും. ആക്ച്വലി ഇതിന്റെ ട്രെയിലർ കണ്ടപ്പം എനിക്കൊരു ഹോളിവുഡ് മൂഡ് ഒരു ട്രെയിലർ പോലെ എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് ആക്ഷൻ ഉണ്ട്, അതുപോലെ ലവ് ഉണ്ട്, കുറെ എലമെന്റ്സ് ഭയങ്കരമായിട്ടുണ്ട്. പൂജയാണ് എനിക്ക് തോന്നുന്നത് വെളിയിൽ ആദ്യമായി ഈ ട്രെയിലർ കാണുന്നത്. ഇപ്പൊ ഈ ഇന്റർവ്യൂ വരുമ്പോഴേക്കും ചിലപ്പോൾ ട്രെയിലർ എല്ലാവരും കണ്ടു കാണും. മ്യൂസിക് ലോഞ്ചിൽ റിലീസ് ചെയ്യേണ്ട ട്രെയിലറാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ അത് പറഞ്ഞു എനിക്കൊരു അതിനെ എഴുതിയിട്ടുണ്ട് ഹോളിവുഡ് മോളിവുഡ് ടൈപ്പ്. ആക്ച്വലി നല്ല കിഡിലും വിഷ്വൽസ്, നല്ല സൗണ്ട് എഫക്ട്സ്. അപ്പം അത് എങ്ങനെയാ ഒരു ഹോളിവുഡ് മൂഡിലേക്ക് ഇടും? കാരണം ഇത് മോസ്റ്റ് ഓഫ് ഇതിന്റെ സീൻസ് അബ്രോഡാണ്. മോസ്റ്റ് എന്നല്ല, എല്ലാ സീനുകളും അബ്രോഡ് തന്നെയാണ്. അമേരിക്കയിൽ ന്യൂയോർക്ക്, കണക്ടിക്കട്ട്, പിന്നെ ഇവിടെ അരിസോണ, ബോസ്റ്റൺ ഉണ്ട്, പിന്നെ മറ്റേ സ്നോ വെർമണ്ട്, അങ്ങനെ അവിടെയൊക്കെയാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഇത് അതിനേക്കാളൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് നമ്മളൊക്കെ ഇവിടുത്തെ തരാണല്ലോ. അതല്ലല്ലോ, ഇവർ അമേരിക്കൻ മലയാളികളാണല്ലോ. അത് ശരി, അമേരിക്കൻ മലയാളികളാണ്. പിന്നല്ലാതെ സാരി ഉടുക്കുന്നോണ്ട് പിന്നെ അമേരിക്കൻ മലയാളികളല്ലാതെ പോവോ? അങ്ങനെയല്ല, അമേരിക്കയിൽ മലയാളീസ് അധികം സാരി കൊടുക്കും. ഇപ്പൊ നോക്കിയാല് കിട്ടിയാല് സാരി കൊടുക്കാനാണ് ഇഷ്ടം. ഇവിടുത്തെ ആൾക്കാരാണ് സാരി കൊടുക്കാത്തത്. അല്ല, സത്യം പറഞ്ഞാൽ ഇവിടെ ആരുടെ അടുത്തെങ്കിലും സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അത് ഭയങ്കര അൺകംഫർട്ടബിൾ അല്ലേ, അതെന്തിനാ ചുമ ചുരിദാർ ഇട്ടാ പോരെ. അപ്പം എനിക്ക്
സാരിയാണ് കംഫർട്ടബിൾ അല്ലേ? റീസെന്റ് നമ്മൾ സിനിമയൊക്കെ കാണുമ്പോഴേ എനിക്ക് ആക്ച്വലി ഇപ്പൊ ഈ റീസെന്റ് ഫീൽ ചെയ്ത ഒരു ന്യൂസ് കേട്ടപ്പോൾ ഫീൽ ചെയ്ത കാര്യമായിട്ട്, നമുക്ക് ഈ സിനിമയൊക്കെ കാണുമ്പോൾ അതിൽ ഹീറോസ് വന്ന് രക്ഷിക്കുന്നു, സൂപ്പർ ഹീറോസ് ഉണ്ടാവും, അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ, ഒരു പെട്ടെന്ന് നാട്ടുകാരുണ്ടാവും. പക്ഷേ ഈ റീസെന്റ് നമ്മുടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അർജുൻ ഇപ്പം മണ്ണിനടിയിൽ കിടക്കും. അപ്പോ ഐ തോട്ട് ലൈക്ക് അതേപോലൊക്കെ ഒരു മിറാക്കിൾ സംഭവിച്ചാൽ ലൈക്ക് സംബടി അല്ലേ അവിടെ വന്ന് ഒരു സൂപ്പർ ഹീറോ ഒക്കെ പോലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടാ ആളൊക്കെ എടുത്തോണ്ട് വന്നിരുന്നെങ്കിൽ. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ എന്താ ചേട്ടൻ തോന്നണേ ലൈക്ക് ഇപ്പോഴും സൂപ്പർ ഹീറോസ് ഇവിടെ ഈ നമ്മുടെ ഞാൻ ഉൾപ്പെടുന്ന നായകന്മാരെക്കാളൊക്കെ ബെറ്റർ ഹീറോസ് അല്ലേ വെളിയിലുള്ളത്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ ഒറിജിനൽ ടീം എന്താണ് അതിന്റെ ആ ഹീറോസും കാണിച്ച ഏത് നായകനാണ് നമുക്കുള്ളത്? അതൊന്നും ഇല്ലല്ലോ. അപ്പം മറ്റേതെല്ലാം ഈ പറഞ്ഞ ഒരു മേക്ക് ബിലീഫിൽ കളിച്ചു പോകുന്ന കാര്യങ്ങളല്ലേ. ഇപ്പം സേ ഷുഡൻ ടേക്ക് നെയിംസ് ബട്ട് സ്റ്റിൽ ഇപ്പം സൽമാൻ ഒരു 40-50 ഗുണ്ടകളെ ഇടിച്ചതാക്കുന്നു. ലോറൻസ് ബിഷ്ണോയി വെളിയിൽ വന്ന് 2 വെടി പൊട്ടിച്ചപ്പോൾ മൊത്തം കാര്യങ്ങൾ മാറി അല്ലേ. സോ അത്രേ ഉള്ളൂ. നമ്മുടെ ഹീറോയിസും സെറ്റ് ദ ഡോർ സ്റ്റെപ്പ്, നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ നമ്മുടെ ഹീറോയിസും നിൽക്കും. ബാക്കി അതല്ല. അർജുന് വേണ്ടി നിൽക്കുന്ന മറ്റേ പയ്യൻ അത് ഗൈ വിത്ത് ഹിം അല്ലേ, അത് അവരൊക്കെ ചെയ്യുന്ന സർവീസ് എന്തിന് 2018 ടൈമിലുണ്ടായ ഹീറോസ്. അപ്പൊ റിയൽ ഹീറോസ് അത് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. മറ്റേതെല്ലാം ഒരു ഫാൻ മെയ്ഡ് അല്ലേ, ഫാൻ മെയ്ഡ് ആണ്. ഇപ്പൊ എന്തായാലും ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി റിയൽ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ഇറങ്ങിയ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മേ ബി ലൈക്ക് എൻ്റെ ഒരു തോട്ടിൽ പറയാം, മേ ബി ഇപ്പം ഈ ഒരു ഇഷ്യൂ നടക്കുന്നത് മേ ബി ഇത് നാളെ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സിനിമയാക്കപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ ഈ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ഇറക്കുമ്പോൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആയിരിക്കണം ആ ലൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു പ്രോഡക്റ്റ്? ഐ എം നോട്ട് വൺ ടു കമൻറ്റ് ഓൺ ഇറ്റ്. എനിക്കറിയില്ല അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് റെസ്പോൺസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ ആണല്ലോ അടുത്ത കാലത്ത് നമ്മളെ ഇറ്റ് വാസ് എ ബ്രില്യൻറ്റ് മൂവി, വെൽ ടേക്കൺ മാത്രമല്ല സെൻസിറ്റീവ്ലി ടേക്കൺ. അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പോലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇത്രയും പോലീസുകാരും ഇത്രയും നാട്ടുകാരും ഇറങ്ങാനും മടിക്കുന്നിടത്താണോ പിള്ളേരെ എന്ന് പറയുന്നത് ഒരു വൻ കമേഴ്സ്യൽ സിനിമയുടെ ഫോമാറ്റാണത് അല്ലേ. ഒരു ഹീറോ ഉണ്ടാവുന്ന ഇപ്പം സൗബിനകത്തേക്ക് കയറുമ്പോൾ വി ഓൾ പ്രേ ഫോർ ഹിം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. ഐ റിയലി ലവ് ദറ്റ് ഫിലിം. സോ അതിന് പെർസെൻറ്റേജ് റെസ്പോൺസിബിലിറ്റി ഒക്കെ നമുക്ക് ആർട്ടിന് അതിൻ്റെതായ പരിമിതികളും സാധനങ്ങളും ലിമിറ്റേഷൻസും. And Checkmate, as much as it's a drama, we have also addressed a very real issue that is there. Yeah. So it's about drug trials. So drug trials that's going on, and other karanam avare cover up ചെയ്യുന്ന കുറേ stories. There's a lot going on that we're not aware of. Appo through drama, through entertainment, we have also covered a much bigger social issue. So other I think is an interesting aspect of movie. Yeah, la Checkmate la adeyது drug issue and I mean drug trials, see big pharma companies trying to cover up drug trials, adinde any side effects that come out of it, they just pay people off and try to cover it off. ഗുണദോഷങ്ങളെ പറ്റിയാണ് രണ്ടും ഉണ്ട്. ഇപ്പം ക്യാൻസറിന് ഭയങ്കര ക്ലിനിക്കൽ ട്രയൽസ് ഉണ്ടാവാറുണ്ട്. ഇത് ഇങ്ങനത്തെ കുറെ സ്പെസിമെൻസും കുറച്ച് സ്കേപ്പ് ഗോട്ട്സും ഇല്ലെങ്കിൽ ഒരു തരത്തിലും ഇവിടെ ഒരു വാക്സിനും ഉണ്ടാവില്ല. പക്ഷെ അറ്റ് സെയിം ടൈം ഇപ്പൊ COVID-19 വന്നു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് ബിക്കെയിം എ ബിസിനസ് പ്രപ്പോസിഷൻ മോർ ദാൻ സേവിങ് ഹ്യൂമാനിറ്റി. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു $1 ട്രില്യൺ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിലേക്ക് വന്നത്. ചെക്ക്മേറ്റ് ഡീൽ ചെയ്യുന്ന അതാണ്. ചെക്ക്മേറ്റ് ഡീൽ ചെയ്യുന്ന അത്തരം ഒരു ക്ലിനിക്കൽ ട്രയലിനെ കുറിച്ചാണ്. നമ്മൾ പേറ്റന്റ് ആയിട്ടും ഇത് പറയുന്നില്ല, ഇത് നമ്മുടെ COVID-19 ആണ് ഇതിന്റെ ഒരു ഇതൊന്നും നമ്മൾ പറയുന്നില്ല. COVID-19 ഇതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പായി ചിലപ്പോൾ നമുക്ക് ഒരു മെറ്റഫർ പോലെ കണ്ടേക്കാം. സോ അതിന് കുറെ കാര്യങ്ങളുണ്ട്. ഈ ഹൗ ഡസ് ഫാമേഴ്സ് വർക്ക്. ഈ ഫാമേഴ്സ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റുകളിൽ വളരെ ചീപ്പ് ലെവലിലൊക്കെ പോകും. അപ്പം ഇയാൾ ഇത്ര ചീപ്പ് ആണെന്നൊക്കെ ഈ ഫിലിപ്പ് കുര്യറിനെ കുറിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും, അതൊക്കെ തോന്നും. കാരണം ആ ലെവലിലൊക്കെ ഇയാള് സ്റ്റൂപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം സത്യം നമ്മൾ പെട്ടെന്ന് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് ആലോചിക്കുമ്പം ഒരു ഫാർമസ്യൂട്ടിക്കൽ കിങ് പിൻ ഇങ്ങനൊരു കളിയോ കളിക്കൂ? ഇത്രയും
ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ സംഭവം ചെയ്തിട്ടുണ്ട്. And by the end of the day, ആൾക്കാർ ഹ്യൂമൻസ് അല്ലേ, അപ്പോൾ they have all that negative in them and other they'll ultimately show it. അപ്പോൾ ഈ monopoly, trying to get power, trying to be get money, അതെല്ലാം is a huge driving factor. അതാണ് എക്സിസ്റ്റൻസ്. നമ്മൾ അങ്ങനത്തെ കളി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ there is no existence. നമ്മളത് പിന്നെ മെലൈൻ ചെയ്യുക, മറ്റൊരാളെ മെലൈൻ ചെയ്യുക, മറ്റൊരാളെ ഡിഫെയിം ചെയ്യുക, ഇതൊക്കെ വെൽത്തിനേക്കാളേറെ ഒരാളെ എന്താണ് ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കാനും അയാൾ അൺസെറ്റിൽ ചെയ്യിക്കാനും കഴിയുന്ന കാര്യങ്ങളാണ്. വെൻ യു ആർ വെരി കോൺഷ്യസ് അബൌട്ട് an image that you want to protect. അപ്പോൾ ആ ലെവലിലേക്കൊക്കെ ഈ ഫിലിപ്പ് കുര്യൻ്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്. സോ ഇത് കേട്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. ഇൻട്രസ്റ്റിംഗ് ആവട്ടെ, ഇതെല്ലാം കൂടെ പറഞ്ഞു. ആദ്യം എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പറയൂല, പിന്നെ 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 അല്ല, നീ ഒരു ഫസ്റ്റ് ക്വസ്റ്റ് എന്ന രീതിയിൽ നീ ഒരു 1600 ഇന്റർവ്യൂ ചെയ്തില്ലേ ഇതിനകം? 1600 എന്നാ കുറച്ച് കുറയ്ക്കും, 1550. അത്രയും ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു സിനിമ പ്രൊമോഷൻ വരുമ്പോ ചെക്ക്മേറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിന് തുടക്കം ഇട്ടിട്ടാണ് എനിക്ക് ബാക്കി ചോദിക്കാൻ. ആ തുടക്കത്തിൽ നമ്മൾ ബൈറ്റ് ചെയ്യില്ല. ക്ലിക്ക് ബൈറ്റ് വേണം, ഇത് വേണം, എന്തൊക്കെ വേണം. ഓക്കെ, പിന്നെ അനുപേന്റെ പടങ്ങളിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോങ്സ് ആണ്. ഈ പടത്തിൽ നല്ല അടിപൊളി സോങ്സ് ആക്ച്വലി എനിക്ക് ഞാൻ ട്രെയിലറിലായാലും ചെറിയ ചെറിയ ബീറ്റിൽ കേട്ടു. സോ ഇതിലെ ഗാനങ്ങളെ പറ്റിയിട്ട് ഒന്ന് പറയാം. ഇതിലെ ഗാനങ്ങൾ മുഴുവൻ രതീഷ് ശേഖർ ചെയ്ത പാട്ടുകളാണ്. ഇതിന്റെ ഡയറക്ടർ ചെയ്തതാണ്. ഇവൻ ബേസിക്കലി സിംഗറും ഒരു മ്യൂസീഷ്യനുമാണ്. എങ്ങനെ ഇത്രയും ഒരു മ്യൂസീഷ്യൻ എങ്ങനെ ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു പടം അല്ലെങ്കിൽ ഒരു അല്ലേ ഗൺ വയലൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും എനിക്കറിഞ്ഞൂടാ. ചിലപ്പോ അതിന്റെ ഉള്ളിൽ കാക്കിക്കുള്ളിലെ കലാകാരൻ പോലെ ഒരു ക്രിമിനൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. വെളിയിലേക്ക് വരാൻ പോകുന്നത്. ഇതെല്ലാം മാറ്റി ഞാൻ അനൂപേണ്ട ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യമേ അനൂപ് ചേട്ടനെ ഇടയ്ക്ക് കാണുന്നത് നമ്മുടെ ഈ പ്രമോഷൻസിനാണ് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ കൂടുതലും തിയേറ്റേഴ്സിലും കാര്യങ്ങളും ആൾക്കാർ റിവ്യൂ ചെയ്യുന്നു, ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഭയങ്കരമായിട്ട് പറയുന്നു, കുറെ പേര് യൂട്യൂബിൽ അത് ഇടുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏറയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ഫിലിമിന്റെ ഒരു പ്രൊമോഷനിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു പോലീസ് താക്കീത് വരെ ഒരാൾക്ക് കൊടുത്തു, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളതിൽ. ഇപ്പോൾ ഇതിൻ്റെ പിന്നിലെ എഫേർട്ട്, ഇതിൻ്റെ ഇത്രയും പേരുടെ ഡിസയർ, ഇത്രയും പേരുടെ ആഗ്രഹം, സ്വപ്നം, ഇതെല്ലാം ഉണ്ടൊരു സിനിമ. പക്ഷെ അൾട്ടിമേറ്റ്ലി റിവ്യൂവേഴ്സിൻ്റെ ഇതുകൊണ്ട് സംഭവിക്കുന്ന നഷ്ടം പ്രൊഡ്യൂസർക്ക് മാത്രമേ ഉള്ളൂ. അയാൾ മാത്രമാണ് കിടപ്പാടം നഷ്ടപ്പെടുന്നത്. ബാക്കി നടന്മാർക്ക് അടുത്ത 10 പടം കിട്ടും. അവൻ്റെ ഒരു പടം ഓടിയാൽ പിന്നെ 10 പടം ഓക്കെയാണ്. അവൻ വീടുകൾ വാങ്ങിക്കും, മറ്റേ സ്ഥലങ്ങൾ വാങ്ങിക്കും, എല്ലാം ഡയറക്ടേഴ്സും ഏകദേശം തന്നെ. ഏറ്റവും കുഴപ്പം വരാൻ പോകുന്ന ഈ പാവം നിർമ്മാതാവിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു പടത്തിന് ഇങ്ങനെ നശിപ്പിച്ച് പണ്ടാറടക്കി പറയണോ എന്നുള്ളത് അവരാണ് ചിന്തിക്കേണ്ടത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഫ്രീ കൺട്രി, ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് കൺട്രി, വി ക്യാൻ. ഇപ്പം ഇങ്ങനത്തെ ഒരു ചുവരെഴുത്തുണ്ടെങ്കിൽ, എഴുതാനോ ആ ചുവരുണ്ടെങ്കിൽ അതിൽ നല്ലത് എഴുതണോ എന്ന് വിചാരിക്കേണ്ടത് ഓരോരുത്തരുടെ മാനസിക നില അനുസരിച്ചാണ്, അല്ലേ? അത് ഇപ്പോൾ ആരോ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് നല്ലത് പറയാൻ അല്ലെങ്കിൽ ഒന്നും പറയരുത്, വിച്ച് ഇസ് വാട്ട് ഐ ബിലീവ്. അത് വേറൊരാൾ ബിലീവ് ചെയ്യണമെന്നില്ല. പിന്നെ മാത്രമല്ല, ഇതിപ്പം സിനിമ മാത്രമല്ല, ഇപ്പം ലിറ്ററേച്ചർ ആണെങ്കിലും ഈ ഗ്രേഡ്സിനെ ഇവരധികം തൊടത്തില്ല. ഇനി അവരെ തൊട്ടാലും ഇവർക്ക് ഇത് ഏക്കത്തില്ല. കാരണം ദേ ഹാവ് ഒരു 30-35 years ഓഫ് എക്സ്പീരിയൻസ്. ലിറ്ററേച്ചറിലാണെങ്കിൽ ഇഫ് യു സേ സംതിങ് അബൌട്ട് സേ മാർക്വേസ് ഓർ ഓർഹൻ പാമുക്, അല്ലെങ്കിൽ ഒരു കമേഴ്സ്യൽ ലൈനിലൊരു ജോൺ ഗ്രിഷമിനെ ക്രിട്ടിസൈസ് ചെയ്ത ഗ്രിഷമിൻ്റെ ബുക്കുകൾ വിൽക്കാതിരിക്കില്ല. E.L. ജെയിംസിൻ്റെ 50 Shades of Grey ആദ്യത്തെ എല്ലാ റിവ്യൂവേഴ്സും എടുത്തിട്ട് കുടഞ്ഞത് ഒരു ബെസ്റ്റ് സെല്ലറായി മാറി. ബിക്കോസ് അത് അതിൻ്റെ സബ് ടെക്സ്റ്റും ഒക്കെ മറ്റ് കാര്യങ്ങളുണ്ട്. പക്ഷേ ബഡ്ഡിങ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്, എന്തെങ്കിലും ആവാൻ ശ്രമിക്കുന്ന ആളുകളെ തകർത്ത് കളയാൻ പറ്റും, അവരുടെ മനോവീര്യത്തെ തകർത്ത് കളയാൻ പറ്റും. പക്ഷെ അത് കമേഴ്സ്യലി അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടേഴ്സിൽ അത് വലിയ വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ മനോവീര്യത്തെ നശിപ്പിക്കാൻ പറ്റും. എത്രയോ പേര് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ഞാൻ കാണാറില്ല. നമ്മൾ ഈ ഏരിയയെ പോകാറില്ല. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഞാൻ വായിക്കാറില്ല. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ, വിട്ടോട്ടെ. പിന്നെ പൂജ, ഇതിനകത്ത് വേറെ വലിയ കാര്യമുണ്ട്. അതായത് ഒരു സിനിമ ഇപ്പം കാണാൻ തീരുമാനിക്കും, ഒരു ഫാമിലി ഒരു പടം കാണാൻ തീരുമാനിക്കുന്നു. ഇപ്പം നമ്മളങ്ങനെ ഒരു ഹൈലി റിച്ച് വെൽത്തി പോപ്പുലേഷനൊന്നുമല്ല. ഒരു ആവറേജ് 25,000 മുതൽ
30,000 വരെ ശമ്പളം കിട്ടുന്ന ഒരാൾ, അതും കുറച്ച് കൂടുതൽ ആണ്. അതിൽ 10 രൂപയൊക്കെ നമ്മൾ തുടങ്ങുന്നുണ്ടല്ലോ. 7,000, 5,000, 7,000, 10,000 രൂപ ഒരു കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊരു പടം കാണാൻ തീരുമാനിക്കുമ്പോൾ അവരുടെ ഒരു മാസത്തെ സാലറിയുടെ ഒരു വലിയ ചങ്കാണ് അവർ മാറ്റി വെക്കേണ്ടി വരുന്നത് ഫോർ എ ഫിലിം. അപ്പോഴാണ് ഈ റിവ്യൂസിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ ആ റിവ്യൂസ് കാണുമ്പം ഇവർ 5 പടം അവിടെ ഉണ്ടെങ്കിൽ ഈ 4 പടത്തിൻ്റെ റിവ്യൂ ഇച്ചിരിയെങ്കിലും കുറച്ച് മോശമാണെങ്കിൽ ഇവർ 5ാമത്തെ പടം നോക്കും. ഈ 5ാമത്തെ പടം മിക്കവാറും ഒരു സ്റ്റാർ സിനിമയായിരിക്കും, അതായത് ഒരു സൂപ്പർ സ്റ്റാർ സിനിമ. ബിക്കോസ് അവരാ കണ്ടു വന്നപ്പോൾ നമ്മളെല്ലാം തന്നെ വി വിൽ ഗീവ് പ്രോമിനൻസ് ടു ദാറ്റ് ഫിലിം ഈവൺ ഇഫ് ദാറ്റ് ഫിലിം ഇസ് ബാഡ്. അത് ബാക്കി 4 എണ്ണത്തിൻ്റെ തഴയും ജസ്റ്റ് ബിക്കോസ് ദിസ് റിവ്യൂ ഇസ് ദർ. ദാറ്റ് ഹാപ്പൻസ്. അപ്പോൾ അതിനുശേഷം ഇത് OTT അയ്യോ നല്ല സിനിമയായിരുന്നല്ലോ. എത്രയോ സിനിമകൾ അങ്ങനെയുണ്ട്. വലിയ ബഡ്ജറ്റോ ചെറിയ ബഡ്ജറ്റോ അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് ലൈക്ക് ഒരു മൂവി വന്നോ അതിനെപ്പറ്റി അഭിപ്രായങ്ങളൊന്നും കാണാറില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചെന്ന് കാണാം. അൾട്ടിമേറ്റ്ലി ഒരു പടം അതിൻ്റെ കോസ്റ്റ് റിക്കവർ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ സക്സസ്സും മറ്റതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ഒരു നിർമ്മാതാവിന് കൊടുക്കേണ്ട ഒരു മിനിമം ഇതാണ് അല്ല. ഹി ഹാസ് ടു, അയാൾ അത്രയും പൈസ മണി അതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെഴുതിരിയാത്ത ആഴങ്ങൾ എന്ന സിനിമ എനിക്ക് വിജയമാണ്. ഐ ട്രീറ്റ് ഇറ്റ് ആസ് എ സക്സസ് ബിക്കോസ് അത് റിലീസ് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇതുണ്ടായില്ലെങ്കിലും ലേറ്റർ ഓൺ ദാറ്റ് ബിക്കെയിം. അതുപോലെ പത്മ റിലീസ് ചെയ്ത സമയത്ത് ഇറ്റ് വാസ് നോട്ട് റിസീവ്ഡ് വെൽ ഇൻ തിയേറ്റേഴ്സിൽ, ബട്ട് ഇറ്റ് ലേറ്റർ ബിക്കെയിം ആമസോണിലായാലും ഇപ്പോൾ മനോരമയിലായാലും എല്ലാ സ്പേസിലും അത് ഇറ്റ് ബിക്കെയിം എ തിങ്. സോ ദാറ്റ് ഹാപ്പൻസ്. ചില സിനിമകൾ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വിജയിക്കുകയും പിന്നീട് നമ്മൾ OTT കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെ ഓടിയെന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത് ഭയങ്കര വെറിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്ലക്സാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു ജഡ്ജ്മെൻറ്റുകളില്ല. ഇത് ഈ ഫ്ലോവിൻ്റെ കൂടെ പോവുക മാക്സിമം. ഇപ്പോൾ രാജി പറഞ്ഞു ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞു, കഴിവതും നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആണ് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് ഇതൊന്നും അല്ലല്ലോ. ഇത് ഭയങ്കര ഭീകരമായിട്ട് ഇപ്പം ഒരു പലസ്തീൻ അല്ലെങ്കിൽ ഒരു സെർബിയ ഇങ്ങനെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് അയാളുടെ സിനിമറ്റോഗ്രാഫി നന്നായില്ല, ആ എഡിറ്റിംഗ് കുറച്ചുകൂടെ ഇതൊക്കെ ഈ ഒരു സാധനമൊന്നും അല്ലല്ലോ നമ്മുടെ ഒരു മെയിൻ. അല്ലെങ്കിൽ അത് ആവരുത്. ഒരു സിനിമ ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് വേറൊരാളുടെ, ഇപ്പം രാജി പറഞ്ഞൊരു കാര്യമാണ്, വേറൊരാളുടെ തീരുമാനത്തിന് നിങ്ങളുടെ കാതുകളെ വിട്ടുകൊടുക്കുന്നിടത്താണ് ഈ പ്രശ്നം. ഓക്കെ, അപ്പൊ എങ്ങനെ ഈ ചെക്ക്മേറ്റിലേക്ക് എത്തിയത്? ലൈക്ക് ഓഡീഷൻ ആണോ, എങ്ങനെയായിരുന്നു അത്? ഇവിടെ ഇല്ലാത്ത ഒരാളുണ്ട്, രതീഷ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അയാൾ ഡയറക്ടർ, എഴുത്ത്, എല്ലാം, മ്യൂസിക്, സിനിമറ്റോഗ്രാഫി എല്ലാം ചെയ്തത് അദ്ദേഹം തന്നെയാണ്. അതെ, രതീഷ്. പക്ഷെ എല്ലാം എന്ന് പറഞ്ഞാൽ ഇവര് എല്ലാവരും എല്ലാം ചെയ്തതാണ് അതിനകത്ത്. അവിടെ അങ്ങനെ ഒരാൾക്ക് ഇന്നത് എന്നൊരു ഇതുണ്ടായിരുന്നില്ല, എല്ലാവരും എല്ലാം ചെയ്യുന്ന. കാരണം ഇത്രയും ഇപ്പം ഈ ഹോളിവുഡ് ലൈൻ എന്നൊക്കെ ഒരു അല്പം എക്സാഗറേറ്റഡ് ആണെങ്കിൽ പോലും ആ ഒരു വിഷ്വൽ നമുക്ക് കാണാൻ സാധിച്ച, നമ്മൾ യൂഷ്വലി വിചാരിക്കും ഒരു 10-120 പേരുള്ള ക്രൂ ഉണ്ടെങ്കിൽ ഇതൊരു പടം എടുക്കാൻ പറ്റും. 15 പേര് ചേർന്ന് 18 പേര് സുഹൃത്തുക്കൾ ചേർന്ന് എടുത്തൊരു സിനിമയാണ്. 18 പേരോ? മൊത്തം ക്രൂ 18 പേരായിരുന്നു. അതിൽ ആക്ച്വലി ട്രെയിലറിൽ അൺബിലീവബിൾ എന്ന് എഴുതുന്നുണ്ട്, ഇത് ശരിക്കും അതുപോലെ 18 പേര് കൂടെ ചേർന്നെടുത്ത പടം. പക്ഷേ ഈ മറ്റേ എന്താണ് പണ്ടങ്ങ് ഒരു ഇതില്ലേ, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാന്ന് പറയുന്ന പോലെ ഇവരുടെ അങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഇവർക്ക് ഒരു സിംഗിൾ മൈൻഡഡ് പാഷനാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എന്നാൽ ഇവരാരും തന്നെ സിനിമ സെറ്റിൽ പോയിട്ടില്ല, സിനിമ അഭ്യസിച്ചിട്ടില്ല, ലൈക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അങ്ങനെ പോയിട്ടില്ല, ഒരാളുടെയും കൂടെ നിന്നിട്ടില്ല, അസിസ്റ്റൻ്റായിട്ടോ അസോസിയേറ്റായിട്ടോ നിന്നിട്ടില്ല, ഒരു എഡിറ്റിംഗ് ടേബിൾ, ഒരു സിനിമ എഡിറ്റിംഗ് ടേബിൾ പോലും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഒരു 3 to 4 years ഉള്ള അസാധ്യമായ കമ്മിറ്റ്മെൻ്റ് ആണ് ഈ സിനിമയുടെ. ഇനിയിപ്പോൾ നാളെ ഇത് ഈ പറയുന്ന പോലെ ഇപ്പം ശരിയാണ്, നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ അസാമാന്യമായ വിഷ്വൽസ് ഉണ്ട്, മ്യൂസിക് ഭയങ്കര രസമുള്ള ഇതാണ്, എല്ലാമാണ്. ബട്ട് നമുക്ക് സിനിമയാണ്, നമുക്ക് വിരുണ്ണോ അത് എങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി ഓടെ അത് എന്ത് തന്നെ ആയാലും അതിൻ്റെ വരും വരായികളും എല്ലാം എന്ത് തന്നെ ആയാലും ഇത് അൺപാരലൽഡാണ് ഇവർ ഈ സിനിമയോട് കാണിച്ച കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം ഇവരെല്ലാം തന്നെ രാജിയും രേഖയും സൗമ്യയും സുനിത്തും ശ്യാമും എല്ലാവരും ഇവിടെ ഇല്ലാത്ത ഒരുപാട് പേര്, അവരെല്ലാം തന്നെ 10 മണിക്കൂർ ജോലിയുള്ള ആൾക്കാരാണ്. നമ്മളെക്കാളും ശമ്പളം വാങ്ങിക്കുന്ന ടീംസാണിത്. അപ്പോൾ അതെല്ലാം വേണ്ടെന്ന് വെക്കില്ല, അവർക്ക് അവിടെ വേണ്ടെന്ന് വെക്കൽ പരിപാടിയില്ല. ഇവിടെ പോലെ നമ്മൾ പഞ്ച് ചെയ്ത് വെളിയിലിറങ്ങി പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ഇവർ ഈ 10 മണിക്കൂർ വർക്ക് ചെയ്യും, ബാക്കി 10 മണിക്കൂർ ഷൂട്ട് ചെയ്യും.
4 മണിക്കൂറൊക്കെ ഉറങ്ങും. ഹെക്ടിക് ആയിരുന്നു ഭയങ്കര. ഇപ്പം ഇത്രയും എന്താ പറയുക, നമ്മൾ അബ്രോഡ് പോയിട്ടാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. കൂടുതലും അവിടുത്തെ ക്ലൈമറ്റും ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നോ? ലൈക്ക് ഒരു സീൻ ഉണ്ടായിരുന്നു, രതീഷ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ വരും മനസ്സിൽ. അപ്പോൾ അത് വന്നാൽ പിന്നെ ഇറ്റ് ഹാസ് ടു ഗെറ്റ് ഡൺ. അപ്പോൾ വെർമോണ്ടിൽ പോയി നമ്മളൊരു മേ ബി ഒരു 8 പേര്, വി വർ നോട്ട് ദാറ്റ് പ്രിപ്പയർഡ്. -30. -30 നമ്മുടെ വയലന്റ് ആയിട്ടുള്ള മൂവീസ് ഇപ്പൊ ഇവിടെ സ്വീകാര്യത മീൻസ് ഇപ്പം കിട്ടി തുടങ്ങുന്നത്. മറ്റേത് അയ്യോ എന്തിനാണ് ഇത്ര അടി, അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യല് കുറെ. അപ്പൊ ഈ ഒരു പടം ആക്ച്വലി ഫാമിലി ഓഡിയൻസ് വയലന്റ് ഒന്നും അങ്ങനെ വയലന്റ് ഭയങ്കര ഒരു ഗോർ അതൊന്നുമില്ല, വയലന്റ് അല്ല. പക്ഷെ അതിന്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് ഒരുപാട് ഒരു ഇന്നർ കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഇപ്പൊ അമേരിക്കൻ സിനിമകൾ, ഇവിടെ വരുന്ന സിനിമകൾ എന്നൊക്കെ പറയുന്നത് ഒന്നുകിൽ അവിടുത്തെ കഷ്ടപ്പെടുന്ന മലയാളി, അല്ലെ അവിടുത്തെ മലയാളി കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഫോൺ കോൾ വഴി നമ്മൾ കാണുന്ന അമേരിക്കൻ മലയാളി ഫാമിലീസ്, ഇതൊക്കെയാണ് നമുക്ക് അമേരിക്ക. അപ്പൊ അത് ഇതിനകത്ത് അങ്ങനെയല്ല. ഇത് അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫ് ഓഫ് എൻ അഫ്ലുവന്റ് അമേരിക്കൻ ആണ്. അതുകൊണ്ട് അത് ഒരു ഡിസ്കണക്റ്റും ഒരു നമുക്ക് റിലേറ്റബിലിറ്റി ഒക്കെ കുറയും. അതൊരു ചാലഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇതിന്റെ USP എന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ഇതിന്റെ സെല്ലിംഗ് പോയിന്റ്. ഇഫ് എവർ ഇറ്റ് സെൽസ്, അതിന്റെ സെല്ലിംഗ് പോയിന്റ് അതായിരിക്കും. റിയാലിറ്റി ഇപ്പം അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യം നമ്മളിങ്ങനെ സ്ക്രീനിൽ കാണുന്നതിനെക്കാട്ടിലും ഇറ്റ്സ് ലൈക്ക് മോർ ഓഫ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ലേ? ലൈക്ക് നല്ല ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ ആണെന്നുള്ളത്. നമ്മൾ 2 എൻഡ് ഓഫ് ദ സ്പെക്ട്രം കവർ ചെയ്യുന്നുണ്ട്. അനുപേട്ടൻ്റെ ക്യാരക്ടർ പറഞ്ഞ ഒരു എഫ്ലുവൻറ്റ് US CEO ഓഫ് ഭയങ്കര സ്വാവ് കൈൻഡ് ഓഫ് ക്യാരക്ടർ. Lal Uncle on the other hand, Yeah, we have to talk about that. Yeah, that's what I did. So he is like totally downtrodden. അവിടെയാണ് കുറച്ച് violence എന്ന് പറയില്ല, but where there is some action in that section. അപ്പോൾ it's all stratas of US. And സാധാരണ ആൾക്കാർ US പറയുമ്പോൾ they have this feeling of it's all concrete buildings and style and all that. ഇതിൽ യു ക്യാൻ സീ ബോത്ത് സൈഡ്സ്. സോ ഐ ഫീൽ അതും ഒരു ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ് ആയിട്ടും ആൾക്കാർക്ക്. ഓക്കെ, നമ്മുടെ ലാൽ സാറിനെ പറ്റിയിട്ട് പറയുമ്പോൾ അപ്പോൾ ലാൽ സാർ സൗണ്ട് ആക്ച്വലി കൂടുതൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടിലേക്ക് ഭയങ്കര ഒരു ഗാംഭീര്യം കൂടിയ സൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഇതിലും ആ ഒരു അറ്റ്മോസ്ഫിയറിലും അതിലൊക്കെ ലാൽ സാറിന്റെ സൗണ്ട് ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ഭയങ്കര. അപ്പം ഈ സെറ്റിൽ എങ്ങനെ ലൈക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ആ ഡയലോഗ് ഡെലിവറിയിലും എങ്ങനെ ആ ഫീൽ ആക്ച്വലി? ലാലേട്ടൻ ഭയങ്കര ഹ്യൂമർ സൈഡിലുള്ള ആളല്ലേ. അപ്പൊ ലാലേട്ടൻ സെറ്റില് ഭയങ്കര ഹ്യൂമറാണ്. പക്ഷെ അതാണ് ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ ഗുണം. ലാലേട്ടൻ എന്നുള്ള ആക്ടറിനെ ലാലേട്ടൻ ചെയ്യുന്ന ഈ ഇത്തരം ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഹി ക്യാൻ അസ്യൂം ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സണാലിറ്റി. ഇറ്റ് ഈസ് ഗ്രേറ്റ്. അല്ലെങ്കിൽ ലാലേട്ടൻ ഫുൾ ടൈം നമുക്ക് പരിചയമുള്ള നമ്മുടെ കുട്ടിക്കാലങ്ങളെ സമ്പന്നമാക്കിയ റാംജി റാവു സ്പീക്കിങ്ങിന്റെയും വിയറ്റ്നാം കോളനിയുടെ ആള് തന്നെയാണ്. അതൊരു വലിയൊരു ഹാളിലായിരുന്നു ആദ്യം നടന്നുകൊണ്ട് ഒരു സീന് ഫസ്റ്റ് എടുത്ത് ഫസ്റ്റ് ഡേ ഓഫ് ദ ഷൂട്ട് റൈറ്റ്. ലാൽ സാർ ഇങ്ങനെ എല്ലാം നോക്കി പേജസ് ഡയലോഗൊക്കെ നോക്കിയിട്ട് അപ്പം വരെയും സാധാരണ പോലെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലാൽ സാറിന്റെ വോളിയം അങ്ങ് പുറത്തു വന്ന് എക്കോ അടിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിങ്ങനെ അന്തം. ഇറ്റ്സ് ലൈക്ക് ഒരു സൂപ്പർ പവർ ഇങ്ങനെ വന്ന പോലെ ഞങ്ങളിങ്ങനെ. സോ അതുവരെ പതുക്കെ നമ്മളെ ക്ലോസ് ഇന്ററാക്ഷൻ അല്ലേ. ഈ ഡയലോഗ് പറഞ്ഞു തുടങ്ങിയപ്പം എവിടുന്നാ ഈ വോളിയം വരുന്നത്? ഓ മൈ ഗോഡ്, ബ്രില്യന്റ്, അമേസിങ്. ഭയങ്കര ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ രേഖയുടെ ഫാദർ അല്ലേ, അതിലൊരു സ്റ്റോറി ഉണ്ടല്ലോ ആക്ച്വലി നമ്മൾ അറിഞ്ഞൊരു സ്റ്റോറിയാണ്. അത് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ. സോ അച്ഛൻ ഹരിശ്രീന്റെ ഫൗണ്ടർ ആയിരുന്നു. അപ്പോൾ സിദ്ദിഖ് ലാൽ അങ്കിൾ രണ്ടാളും ഒരുമിച്ച് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തായിരുന്നു. പിന്നെ ദിലീപ്, ഹരിശ്രീ അശോകൻ ചേട്ടൻ എല്ലാവരും അവിടെ വർക്ക് ചെയ്താൽ. അപ്പോൾ അവർ ഫസ്റ്റ് ടൈം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അപ്രോച്ച് അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യാമോ ചോദിച്ചിട്ട്. ആൻഡ് അങ്ങനെ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ വാസ് ബോൺ. അത് didn't do well. The movie, people said it was ahead of its time. ഒത്തിരി പേര് എന്നോ പറഞ്ഞിട്ടുണ്ട് ബ്യൂട്ടിഫുൾ മൂവി, പക്ഷേ ഓഡിയൻസ് wasn't ready for it. ആ സമയത്ത് ഇറങ്ങേണ്ട ഒരു പടം അല്ലായിരുന്നു അല്ലേ? So cinema didn't do well, പക്ഷേ ഇവര് they progressed as directors and they gave us the best of the best movies in the industry. So അപ്പൊ ആ ഒരു ഫേസിൽ ആക്ച്വലി നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ചിലപ്പോ നമ്മൾ കണ്ടിട്ടില്ലേ, പ്രൊഡ്യൂസ് ചെയ്ത് ചിലപ്പോൾ ആ പടം വർക്ക് ആവാതെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഇഷ്യൂ വരുന്നു, പിന്നീട് അവരുടെ മക്കൾ അത് കയറി വരുന്നത് അല്ലേ?
ഞങ്ങൾ അങ്ങനത്തെ പടങ്ങൾ കണ്ടിട്ട് ആക്ച്വലി അത് റിയൽ ലൈഫിൽ നടന്നിരിക്കുകയാണ്. അടിപൊളി. ലൈക്ക് ഹാറ്റ്സ് ഓഫ് ഒരു കഥ തന്നെയാണ്. നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടുന്ന ആ സാധനത്തിന്റെ ഒറിജിനലാണിത്. അതാണ് ഇത് അല്ലേ? അപ്പൊ അങ്ങനത്തെ ആ കാലഘട്ടത്തിൽ അതിന് ഭയങ്കര സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. സോ അച്ഛൻ ഓൾറെഡി ഹാഡ് ഈ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ, മിമിക്രി, ഡ്രാമ, അതെല്ലാം ഗാനമേള, ഇതെല്ലാം ഉണ്ടായിരുന്നു ഹരിശ്രീയിൽ. പക്ഷേ ഈ സിനിമ വാസ് എ ബിഗ് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. അപ്പോൾ ലൈക്ക് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ, ബഹദൂറിക്ക, ലൈക്ക് റഹ്മാൻ ചേട്ടൻ, ലൈക്ക് ഓൾ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ്, റൈറ്റ്? സോ ഒരു ഹൈ ബഡ്ജറ്റ് മൂവി ആയിരുന്നു. ആൻഡ് നല്ല ഫിനാൻഷ്യൽ സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു നമ്മൾ. സോ വി kind of moved to a rental house for a while. അച്ഛൻ kind of stepped away from movies കുറച്ച് നാള്. പിന്നെ അമ്മ got into this mode of പഠിക്കണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി മൂവ്ഡ് അവേ ഫ്രം ദ സിനിമ ഏരിയ. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ യുനോ അതെല്ലാം സൈഡിൽ വെച്ച് പഠിച്ച് ആസ് യൂഷ്വൽ ജോലി, കല്യാണം, US പോയി സെറ്റിലായി. ബട്ട് ഐ തിങ്ക് ഈ ലിറ്റിൽ ബഗ് വാസ് ഇൻസൈഡ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഫ്രം ദ US ഒരു മലയാളം സിനിമ ചെയ്യുക, അതേ സിനിമയിൽ ലാലങ്കിൾ ഹു വാസ് പാർട്ട് ഓഫ് അച്ഛൻസ് ട്രൂപ്പ്, അതെല്ലാം കൂടി വന്നപ്പോൾ ഇറ്റ് വാസ് വെരി സർറിയൽ. ഇപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ സിനിമയിലെ പോലെ തന്നെയാണെന്ന്. ഇതൊരു സിനിമയെക്കാളുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ബേട്ടാ. ഈ ഒരു സ്റ്റോറി എങ്ങനെയുണ്ട്? ആലോചിക്കാം അതെങ്ങനെയുണ്ട്. നീ പ്രധാന വേഷത്തിൽ രേഖാ ഹരീന്ദ്രനായി പൂജ, the one and only പൂജ. ഓക്കെ, അപ്പം ഐ എം സോ ഹാപ്പി ഇത്ര നേരം ചാറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ആൻഡ് ചെക്ക്മേറ്റ് ഒരു വലിയ വിജയമാവട്ടെ. ബിക്കോസ് എല്ലാവരും ഒരു നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം മഴയും അതും ഇതും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും, ഫീവർ, ഇതൊക്കെ നടക്കണം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് ആൾക്കാർക്ക് ആവശ്യമാണ്. തിയേറ്ററിൽ പോയി കാണണം. അപ്പം എന്നാണ് റിലീസ് നമ്മുടെ ചെക്ക്മേറ്റ്? ഓഗസ്റ്റ് 8 തീയതിയാണ് റിലീസ്. എല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതോസ് അക്കാഡമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. Taste the Daily.